ശ്രീ പ്രിൻറ്റു മഹാദേവ്. PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവെവിടെ എന്നുള്ള പ്രതിരോധം താൽക്കാലികമായി CPM സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും ഒക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ഏറ്റവും ഒടുവിലായി PV അൻവറിനെ തള്ളുന്നതും. പക്ഷേ ഇനി വരും ദിവസങ്ങളെക്കുറിച്ച് തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ആശങ്കയുണ്ട്. കാരണം ഈ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുന്നതിലുപരി തനിക്കെതിരെ മറ്റൊരു പാളയത്തിൽ പടസംജാതമാകുന്നു, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിലൊരു നീക്കം? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ വച്ചു പുലർത്തി വന്നിരുന്ന ആ ഒരു ഏകാധിപത്യ സ്വഭാവം, തൻ്റെ മാത്രം ആൾക്കാർ എന്നുള്ളൊരു ധാരണ ഇനിയും മറ്റാരെയെങ്കിലും തൻ്റെ പിൻഗാമിയായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് മുളയിലെ നുള്ളുക എന്നുള്ള മറ്റൊരു വിഭാഗത്തിൻ്റെ നിലപാട്, ഇതൊക്കെ പ്രാവർത്തികമാക്കപ്പെടും എന്നുള്ളൊരു ഭയം പിണറായി വിജയനെ സംബന്ധിച്ച് ഇനി തുടർന്നങ്ങോട്ടുണ്ടാകുകയല്ലേ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ? അല്ല, ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് പിണറായി വിജയന് കൃത്യമായി ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അൻവറിനെ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാനും ഇങ്ങനെ അൻവർ പത്രസമ്മേളനം നടത്തിയാണെങ്കിൽ ഞാനും പത്രസമ്മേളനം നടത്തേണ്ടി വരും എന്ന് പറയുന്നതിലൂടെ കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ഒരാളാണ്. അൻവറിന്റെ മലബാറിന്റെ ഒരു രാഷ്ട്രീയ ജീവിത ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എല്ലാ കാലഘട്ടവും ദുരൂഹതയുള്ള ഒരാളായിരുന്നു. CPM എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻവറിനെ പോലെയുള്ള ആളുകളെ മലബാർ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമുക്ക് MLA ആയിരുന്ന രണ്ടാമത് പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിൽ 5 വർഷം MLA ആവുന്ന സമയത്ത് ഈ അൻവറിനെ 15 മാസമാണ് നമ്മൾ കാണാതായത്. പിന്നീട് ഈ മാധ്യമങ്ങളൊക്കെ ഈ അൻവറിനെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അൻവർ ആഫ്രിക്കയിൽ ഒരു ഖനിയുമായി ബന്ധപ്പെട്ട് അവിടെയാണെന്ന്. ആ ഖനി എന്ന് പറയുന്നത് സ്വർണ്ണഖനിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ രണ്ടാം സർക്കാർ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അൻവർ ഖനി അവിടെ പോയി പാട്ടത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്വാഭാവികമായിട്ട് സ്വർണം കൊണ്ടുവരാനാവുമല്ലോ. അല്ലാതെ ആഫ്രിക്കയിൽ സ്വർണ്ണ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കും ആഫ്രിക്കയിൽ പോയിട്ട് അദ്ദേഹം സ്വർണ്ണ ഖനി. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ഒരു അത്യധികമായിട്ട് നമ്മൾ ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി, CPM ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, അൻവർ ആയിക്കോട്ടെ, ഈ ഒരു പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൃത്യമായി മലബാറിലെ ഒരു പറ്റം സംഘത്തെ, അത് എല്ലാ ദുരൂഹ സാഹചര്യമുള്ള സംഘങ്ങളെ കൃത്യമായി ഉപയോഗിച്ച ആളാണ് പിണറായി വിജയൻ. അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് KT ജലീലുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഖുർആന്റെ അത്രയും വലിപ്പത്തിൽ സ്വർണ്ണക്കടത്തി കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരാൾ കാരാട്ട് റസാഖാണ്, പിന്നെ ഈ PV അൻവറാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ആളുകളായതുകൊണ്ട് തന്നെ കൂടുതൽ വിഴുപ്പലക്കിലേക്ക് രണ്ടു കൂട്ടരും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. പക്ഷേ അൻവർ ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ചുവടാണ് അൻവർ ഇന്ന് നടത്തിയത്. അവസാനത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ പരസ്യമായിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ UDF പാളത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ട് അൻവർ അങ്ങനെ പോകുന്ന സമയത്ത് അൻവറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ പിണറായി വിജയന് പറയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഭംഗ്യന്തരണ്ണ ഇന്ന് പത്രസമ്മേളനത്തിനകത്തും കൃത്യമായിട്ട് പറഞ്ഞത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതിക്കാരുടെയും കൊള്ള സംഘത്തിന്റെയും രാജ്യദ്രോഹികളുടെയും കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അൻവറിനെ പോലെയുള്ള ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മുന്നണി സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലിഗേഷൻസുമാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഇത് തന്നെയാണ് ഞങ്ങൾ പല കാലഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഈ അൻവറിന്റെ ആരോപണങ്ങളായിക്കോട്ടെ, കൃത്യമായിട്ട് BJPയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള പിണറായി വിജയന്റെ അവിഹിത ബന്ധമാണ്. അത് ഇന്ന് പരസ്യമായിട്ട് പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ അൻവറിലൂടെ സാധിച്ചു എന്നുള്ളൊരു നല്ല കാര്യം അൻവർ ചെയ്തിട്ടുണ്ട്. ശരി.